ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 253 വാല്യം 6 ഗ്രീക്ക് അടിമ സിൻഡിക്. ഡോറ പട്ടണം ഞാൻ കാണുന്നില്ല. നേരം സന്ധ്യയായി. തീർത്ഥാടക സംഘം സെസേറിയായെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഡോറായിലെ താമസം പ്രത്യേകതകളൊന്നും ഇല്ലാത്ത അവൻ കടന്നു പോകേണ്ടതായ ഒരു പട്ടണം മാത്രമായിരുന്നിരിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. കടൽ വളരെ ശാന്തം. ആകാശത്തിന്റെ അരുണിമ വർണ്ണം അതിൽ പ്രതിഫലിക്കുമ്പോൾ കടലിന് തീ പിടിച്ചതുപോലെയുണ്ട്. കടുത്ത ചെമപ്പ്. അതിനാൽ അയഥാർത്ഥമാണെന്ന് കാണുമ്പോൾ തന്നെ തോന്നും. ആകാശത്ത് നിന്ന് രക്തം ചിന്തിയതുപോലെ. അന്തരീക്ഷത്തിന്റെ ചൂടിന് ശമനമായിട്ടില്ല. വരണ്ട മണ്ണിന്റെ തുളച്ചു കയറുന്ന ചൂട് ഒഴിവാക്കാനായി അവർ കടൽ തീരത്ത് കൂടി നടക്കുന്നു. വെള്ളത്തിൽ നീന്തുന്നതിന് പലരും ചെരുപ്പൂരുകയും വസ്ത്രങ്ങൾ തീർത്തു കയറ്റുകയും ചെയ്യുന്നുണ്ട്. പത്രോസ് പറയുന്നു, ശിഷ്യകളില്ലായിരുന്നെങ്കിൽ ഞാൻ വസ്ത്രങ്ങളെല്ലാം ഊരി കഴുത്തോളം വെള്ളത്തിൽ നീന്തുമായിരുന്നു. എന്നാൽ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറകോട്ട് വരേണ്ടതായി ഭാവിച്ചു. കാരണം മുന്നിൽ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് മഗ്ദലന തിരിച്ചു വന്ന് പറയുന്നു, ഗുരുവേ, ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമാണ്. അങ്ങ് ദൂരെ നീലക്കടലിൽ മഞ്ഞ നിറത്തിൽ ഒരു രേഖ കാണാമോ? വേനൽക്കാലത്ത് വറ്റാത്ത ഒരു നദിയുടെ ഒഴുക്കാണത്. ആ നദി കടക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഞങ്ങൾ പലതും കടന്നിട്ടുണ്ട്. തീർച്ചയായും അത് നൈൽ അല്ല. അതുപോലെ നമുക്കിത് കടക്കാം. പത്രോസ് പറയുന്നു, അത് നൈലല്ല. എന്നാൽ വെള്ളത്തിലും കരയിലും അപകടകാരികളായ ജലജീവികളുണ്ട്. മുറിവേൽക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അശ്രദ്ധരായിട്ടോ നഗ്നപാതരായിട്ടോ നടക്കരുത്. ഓ, എന്താണാവോ, ലെവിയാഥാനാണോ? നീ പറഞ്ഞത് ശരിയാണ് സൈമൺ. അത് ചീങ്കണ്ണികളാണ്. ചെറിയവയാണെങ്കിലും നിന്നെ അവയ്ക്ക് ഒന്ന് നുണയാനും മാത്രമേയുള്ളൂ. ഇവിടെ എങ്ങനെ അവ വന്നു? ഫിനീഷ്യക്കാർ വർഷം തോറുമുള്ള അവരുടെ മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കാണുന്ന അവയെ കൊണ്ടുവന്നതായിരിക്കണമെന്ന് തോന്നുന്നു. ദേവാലയത്തിൽ നിന്ന് അവ നദിയുടെ ചെളിയിലേക്ക് കടന്നിരിക്കണം. വലിപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രൂരതയ്ക്ക് കുറവൊന്നുമില്ല. ക്രൂരമായ പല്ലുകളുള്ള വലിയ പല്ലികൾ പോലെ. റോമാക്കാർ വേട്ടയ്ക്കായും മറ്റു പലവിധ വിനോദങ്ങൾക്കായും ഇവിടെ വരാറുണ്ട്. ഞാനും അവരുടെ കൂടെ പലപ്പോഴും വന്നിരുന്നു. എല്ലാം സമയം പോകുന്നതിനായി. അവയുടെ തൊലി മനോഹരമാണ്. പലവിധ സാധനങ്ങൾ അതുപയോഗിച്ചുണ്ടാക്കുന്നു. എൻ്റെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ നയിക്കുവാൻ എന്നെ അനുവദിക്കുക. ശരി, എനിക്ക് അവയെ കാണാൻ ആഗ്രഹമുണ്ട്. പത്രോസ് പറയുന്നു, വേട്ട നിമിത്തം അവ മിക്കവാറും നശിച്ചെങ്കിലും നമുക്ക് 1-2 കാണാൻ കഴിയും. കടലിനും മലകൾക്കുമിടയിൽ നല്ല വഴി കാണുന്നതുവരെ അവർ ഉൾപ്രദേശത്തേക്ക് നടക്കുകയാണ്. അധികം താമസിയാതെ ഒരു ചെറു നദിക്ക് കുറുകെയുള്ള പാലത്തിലെത്തി. നദിയുടെ തിട്ട നല്ല വീതിയുള്ളത്. പക്ഷേ നടുക്കുകൂടെ മാത്രം സ്വല്പം വെള്ളം ഒഴുകുന്നു. വെള്ളമില്ലാത്തിടത്ത് ഈറ്റയും പുല്ലും. വേനലിന്റെ ചൂടിൽ അവയും ഉണങ്ങി. മറ്റു കാലങ്ങളിൽ അവ നദിയിൽ ചെറു തുരുത്തുകളായിരിക്കും. നദീതീരം കുറ്റിച്ചെടികൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാവരും സൂക്ഷിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഒരു ജന്തുവിനെയും കാണുന്നില്ല. പലരും നിരാശരായി. അവർ നടക്കുന്ന പാലം നല്ല പൊക്കത്തിലാണ് പണിതിരിക്കുന്നത്. റോമൻ ശില്പകലയിൽ ഉയർന്ന ആർച്ചുകളും പണിത് ബലപ്പെടുത്തിയിരിക്കുന്ന പാലം. പാലത്തിന്റെ അങ്ങേയറ്റത്ത് ചെന്ന മാർത്ത ഭയപ്പെട്ട് അത്യുച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പുറകോട്ടോടുന്നു. വലിയ പല്ലി പോലെ ഒരു ജന്തു റോഡിന് കുറുകെ ഉറങ്ങുന്ന പോലെ കിടക്കുന്നു. തല ചീങ്കണ്ണിയുടേതുപോലെ തന്നെ. പേടിക്കേണ്ട, മഗ്ദലന വിളിച്ചു പറയുന്നു. അങ്ങനെ കിടക്കുമ്പോൾ അവ അപകടമല്ല. ഒളിഞ്ഞു കിടക്കുമ്പോൾ അവയെ ചവിട്ടിയാൽ കുഴപ്പമുണ്ടാക്കും. എന്നാൽ മാർത്ത വിവേകപൂർവം പുറകിൽ തന്നെ നിന്നു. സൂസന്നയും ഭയപ്പെട്ടു. അൽഫയൂസിന്റെ ഭാര്യ മേരിക്ക് വിവേകവും അതിലുപരി ധൈര്യവുമുണ്ട്. അവളുടെ മക്കളോട് ചേർന്ന് നടന്ന് അതിനെ നോക്കുന്നു. അപ്പസ്തോലന്മാർക്ക് ഭയമില്ല. സാവകാശത്തിൽ തലതിരിക്കുന്ന ആ വൃത്തികെട്ട ജന്തുവിനെ നോക്കി അവർ ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്. അതിനെ ശല്യപ്പെടുത്തിയവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ അത് നീങ്ങുന്നത് കണ്ട് മാർത്ത കൂവിക്കൊണ്ട് പുറകോട്ട് ഓടുന്നു. സൂസന്നായും മേരിയും അത് അനുകരിക്കുമ്പോൾ
മഗ്ദലന ഒരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞു. ഒരു വശത്ത് ഏറുകൊണ്ട് ആ ജീവി ചരലിൽ കൂടി ഓടി ചെളിയിൽ മറയുന്നു. പേടിത്തൊണ്ടി, മുന്നോട്ട് വരൂ, അത് പോയി കഴിഞ്ഞു, അവൾ സഹോദരിയോട് പറയുന്നു. സ്ത്രീകൾ തിരിച്ചു വന്നു. യഥാർത്ഥത്തിൽ അത് വൃത്തികെട്ടതാണ്, പത്രോസ് അഭിപ്രായപ്പെടുന്നു. അതിന് മനുഷ്യരെ ബലിയായി നൽകിയിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ ഗുരുവേ? കറിയോത്തുകാരൻ ചോദിക്കുന്നു. അതിനെ ഒരു വിശുദ്ധ ജന്തുവായി കരുതി നമ്മൾ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന പോലെ ആ പാവം വിഗ്രഹാരാധകർ ചെയ്തിരുന്നു. ആ ജന്തു ഒരു ദൈവത്തെ പ്രതിനിധീകരിച്ചു. എന്നാൽ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടോ? സൂസന്ന ചോദിക്കുന്നു. വിഗ്രഹാരാധന നടത്തുന്ന രാജ്യങ്ങളിൽ അതിനിപ്പോഴും സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു, എൻഡോറിലെ ജോൺ പറയുന്നു. എൻ്റെ ദൈവമേ, മരിച്ചവരെ ആയിരിക്കും അവൻ കൊടുക്കുക. ഏയ്, അങ്ങനെയല്ലേ? അല്ല, കൊടുക്കുകയാണെങ്കിൽ അവർ ജീവനോടെയാണ് കൊടുക്കുക. ജനങ്ങൾ നിശ്ചയിക്കുന്നതനുസരിച്ച് ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പേടിച്ചരണ്ട് നിൽക്കുന്ന സ്ത്രീകളോട് ജോൺ പറയുന്നു. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഞാൻ പേടിച്ച് ചാകും, മാർത്ത പറയുന്നു. നേരോ? എന്നാൽ ശരിക്കുള്ള ചീങ്കണ്ണിയോട് തുലനം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. ചീങ്കണ്ണിക്ക് ഇതിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. അവ മെലിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ വയറ് നിറഞ്ഞാണിരിക്കുന്നത്. നീർപ്പാമ്പുകളെയും കാട്ടുമുയലിനെയും കൊണ്ട് നിറച്ചതായിരിക്കണം. നീർപ്പാമ്പോ? എൻ്റെ കർത്താവെ, നീ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്? മാർത്ത കരയുന്നു. എല്ലാവർക്കും ചിരി. എപ്പോഴും ശാന്തനായിരിക്കുന്ന എർമസ്തേവൂസ് പറയുന്നു. ഭയപ്പെടേണ്ട, കുറച്ച് ശബ്ദമുണ്ടാക്കിയാൽ മതി, അവ ഓടിക്കൊള്ളും. ഈജിപ്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അവൻ കൈ കൊട്ടിക്കൊണ്ടും വൃക്ഷങ്ങളിൽ അടിച്ചുകൊണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ അപകട മേഖല തരണം ചെയ്തു. മാർത്ത ഈശോയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ഇനിയും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഈശോ അവളെ നോക്കി തലകുലുക്കി, അവളെ ധൈര്യപ്പെടുത്തി. സരോൺ താഴ്വര എത്ര മനോഹരമാണ്, നമ്മൾ അവിടെയാണിപ്പോൾ. എന്നാൽ ഇന്ന് എൻ്റെ ശിഷ്യകൾ എന്നെ വിസ്മയിപ്പിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എന്നാൽ ഇഴയുന്ന എല്ലാ ജീവികളും എന്നെ ഭയപ്പെടുത്തുന്നു. തണുപ്പ്, വഴുവഴുപ്പുള്ള അവയുടെ തണുപ്പും പശിയും എൻ്റെ ദേഹത്ത് അനുഭവപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്തിനാണ് അവ ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവയെ ആവശ്യമുണ്ടോ? അവയെ നിർമ്മിച്ചവനോട് ചോദിക്കണം. എന്നാൽ അവൻ അവയെ നിർമ്മിച്ചെങ്കിൽ അതിന് ഉപയോഗമുണ്ടെന്ന് തീർച്ചയാക്കിക്കൊള്ളുക. കുറഞ്ഞപക്ഷം മാർത്തായുടെ ധീരത പ്രകാശിപ്പിക്കാനാണെങ്കിലും. നർമ്മരസത്തിൽ പ്രകാശിപ്പിക്കുന്ന കണ്ണുകളോടെ ഈശോ പറയുന്നു. ഓ കർത്താവെ, അങ്ങ് എന്നെ കളിയാക്കുകയാണ്. അങ്ങ് പറഞ്ഞത് ശരി. എനിക്ക് പേടിയുമുണ്ട്. അത് നിയന്ത്രിക്കുവാൻ എനിക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. നമുക്ക് നോക്കാം. എന്നാൽ ആ കുറ്റിക്കാട്ടിൽ അനങ്ങുന്നതെന്താണ്? ഈശോ തലയുയർത്തി ഉയർന്നു നിൽക്കുന്ന ഒരു വള്ളിക്കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു. വീണ്ടും ചീങ്കണ്ണിയാണോ കർത്താവേ? പേടിച്ച് മാർത്ത വീണ്ടും കരയുന്നു. കുറ്റിക്കാട് കൂടുതൽ ചലിക്കുകയും അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശിരസ് കാണപ്പെടുകയും ചെയ്യുന്നു. അവൾ നോക്കുന്നുണ്ട്. ഇത്രയും പുരുഷന്മാരെ കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്ന് അവൾക്കറിഞ്ഞുകൂടാ. ഓടിപ്പോകണമോ അതോ ആ കാട്ടുതുരങ്കത്തിലേക്ക് പിൻവാങ്ങണമോ? ആദ്യത്തേത് തന്നെ. അവൾ ഇറങ്ങി കൂവിക്കൊണ്ട് ഓടി. ഒരു കുഷ്ഠരോഗിയോ ഭ്രാന്തിയോ പിശാചുബാധ ഉള്ളവളോ? ആ സ്ത്രീ തിരിച്ചു വരികയാണ്. കാരണം റോമാക്കാരുടെ ഒരു കെണിയിൽ വീണ സ്ത്രീ എലിയെപ്പോലെ എങ്ങോട്ട് പോകണമെന്ന് അവൾക്കറിഞ്ഞുകൂടാ. കാരണം ഈശോയും കൂടെയുള്ളവരും അവൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കുറ്റിക്കാടിന് സമീപമാണ്. അതിനാൽ ആ ഭാഗത്തേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. റോമാക്കാരുടെ വണ്ടിയുടെ ഭാഗത്തേക്കും പോകുവാൻ സാധിക്കുന്നില്ല. റോമാക്കാരുടെ വണ്ടിയുടെ ഭാഗത്തേക്കും പോകുവാൻ ഇഷ്ടമില്ല. സൂര്യാസ്തമയം കഴിഞ്ഞുള്ള മങ്ങിയ പ്രകാശത്തിൽ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാണ് അവൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തലമുടി ചിന്നിച്ചിതറി കിടക്കുന്നു, വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതും. സ്ത്രീയെ, ഇവിടെ വരിക, ഈശോ ഗൗരവത്തിൽ പറയുന്നു. ആ സ്ത്രീ കൈകൾ നീട്ടിക്കൊണ്ട് കേണപേക്ഷിക്കുന്നു. എന്നെ ഉപദ്രവിക്കരുതേ. ഞാൻ ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. ഇവിടെ വരൂ. നീ ആരാണ്? കാരുണ്യത്തോടെ ഈശോ അവളെ ധൈര്യപ്പെടുത്തുന്നു.
ആ സ്ത്രീ തല കുനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും തറയിൽ കമിഴ്ന്നു കിടക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, നീ ആര് തന്നെ ആയാലും എന്നോട് കരുണയായിരിക്കുക. എന്നെ കൊന്നുകൊള്ളൂ, പക്ഷേ എൻ്റെ യജമാനൻ്റെ പക്കൽ തിരികെ ഏൽപ്പിക്കരുത്. ഞാൻ ഒളിച്ചോടുന്ന ഒരു അടിമയാണ്. നിന്റെ യജമാനൻ ആര്? നീ എവിടുത്തുകാരി? തീർച്ചയായും ഹെബ്രായ സ്ത്രീയല്ല. നിന്റെ സംസാരവും വസ്ത്രവും അത് വ്യക്തമാക്കുന്നു. ഞാൻ ഒരു ഗ്രീക്കുകാരിയാണ്, ഗ്രീക്ക് അടിമ. ഓ ദൈവമേ, എന്നെ ഒളിപ്പിക്കുക, വണ്ടി അടുത്തു വരുന്നു. തറയിൽ ചുരുണ്ടുകിടക്കുന്ന ആ സാധു സ്ത്രീയുടെ ചുറ്റും അവർ കൂടി നിൽക്കുന്നു. മുള്ളുകൊണ്ട് കീറിയ വസ്ത്രം അടിയേറ്റുണ്ടായ തോളിലെ മുറിവ് വെളിവാക്കുന്നുണ്ട്. വേലിയരികിൽ നിൽക്കുന്ന സമൂഹത്തെ ശ്രദ്ധിക്കാതെ വണ്ടി കടന്നുപോയി. അവർ പോയിക്കഴിഞ്ഞു. ഇനി സംസാരിക്കുക. ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സഹായിക്കാം. ഈശോ തന്റെ വിരൽത്തുമ്പ് താറുമാറായി കിടക്കുന്ന അവളുടെ തലമുടിയിൽ വച്ചുകൊണ്ട് പറയുന്നു, ഞാൻ സിൻഡിക്കാണ്, ഒരു ഉയർന്ന റോമൻ ഉദ്യോഗസ്ഥന്റെ പരിചാരികയായ ഗ്രീക്ക് അടിമ. അപ്പോൾ നീ വലോരിയന്റെ അടിമയാണല്ലേ? മഗ്ദലന മേരി ആശ്ചര്യപ്പെടുന്നു. ആ, എന്നോട് കരുണയായിരിക്കണമേ, എന്നെ അവന്റെ പക്കൽ ഏൽപ്പിക്കരുതേ. ദുഃഖിതയായ സ്ത്രീ കേണപേക്ഷിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ വലേറിയനോട് ഒരിക്കലും പറയുകയില്ല. മഗ്ദലന മറുപടി പറയുന്നു, അയാൾ ഇവിടെയുള്ള ഏറ്റവും വലിയ ധനികനും വഷളനുമാണ്, അതുപോലെ തന്നെ ക്രൂരനും. നീ എന്തുകൊണ്ടാണ് ഓടിപ്പോന്നത്? എനിക്കൊരു ആത്മാവുണ്ട്. ഞാൻ കച്ചവടക്കാർക്ക് അല്ല. അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയത് അവന്റെ വീട് മോടിയായി സൂക്ഷിക്കുവാനും അവനു വേണ്ടി വായിച്ചു കൊടുത്തുകൊണ്ട് സമയം ചിലവാക്കാനുമാണ്, മറ്റൊന്നിനുമല്ല. എൻ്റെ ആത്മാവ് എൻ്റേതാണ്. അത് വിലയ്ക്ക് വാങ്ങാൻ സാധ്യമല്ല. പക്ഷെ അവനത് വേണം. ഒരാത്മാവുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? കർത്താവേ, ഞാൻ അക്ഷരജ്ഞാനം ഇല്ലാത്തവളല്ല. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ യുദ്ധത്തിനിരയാണ്. ഞാൻ സംസ്കാരമില്ലാത്തവളല്ല. ഇതിൻ്റെ മൂന്നാമത്തെ യജമാനനാണ്. ഒരു വൃത്തികെട്ട വർഗം. ഞങ്ങളുടെ തത്വശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. നമ്മൾ മാംസം കൊണ്ട് മാത്രമല്ല ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അനശ്വരമായ ഒന്നുണ്ട്, പ്രത്യേക പേരില്ലാത്ത ഒന്ന്. എന്നാൽ അടുത്ത കാലത്ത് അതിൻ്റെ പേര് പഠിച്ചു. ഒരു ദിവസം സെസേറിയയിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നു. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും സോക്രട്ടീസും പ്ലേറ്റോയും സംസാരിച്ചതിനേക്കാൾ നന്നായി സംസാരിക്കുകയും ചെയ്തു. അവർ അവനെപ്പറ്റി ധാരാളം ചർച്ച ചെയ്തു. ചൂടുവെള്ളം ഒഴുകുന്ന പൊതു സ്നാന സ്ഥലങ്ങളിൽ, ഭോജനശാലകളിൽ, ക്ഷേത്ര പരിസരങ്ങളിലെ നടപ്പുരകളിൽ വച്ച്, ദേവപൂജാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ലഹരി പിടിച്ച അഴിഞ്ഞാട്ടങ്ങളുടെ അവസരങ്ങളിൽ അവൻ്റെ മഹനീയ നാമം ഉച്ചരിച്ച് അതിനെ അശുദ്ധമാക്കി. അനശ്വരമായ എന്തോ എന്നിലുണ്ട്. അത് ദൈവത്തിൻ്റെതാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അത് അടിമച്ചന്തയിൽ വിലയ്ക്ക് വാങ്ങാവുന്നതല്ല. തത്വചിന്തകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുവാൻ എൻ്റെ യജമാനൻ എന്നോട് ആവശ്യപ്പെട്ടു. അവരെ താരതമ്യപ്പെടുത്തുന്നതിനായി സെസേറിയയിലെ മനുഷ്യൻ പറഞ്ഞ ആ അറിയപ്പെടാത്ത സാധനത്തെപ്പറ്റി, ആത്മാവിനെപ്പറ്റി അതിൽ വിവരിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി അവൻ എന്നെക്കൊണ്ട് വായിപ്പിച്ചു. അവൻ്റെ കാമാസക്തിക്ക് അടിമയാക്കാൻ ഉദ്ദേശിക്കുന്ന എന്നെക്കൊണ്ട് വായിപ്പിച്ചു. മരണമില്ലാത്ത ആ സാധനം ആത്മാവാണെന്ന് ഞാൻ മനസ്സിലാക്കി. വലേറിയനും അവനെപ്പോലെയുള്ളവരും കോട്ടുവായടിച്ചുകൊണ്ട് എൻ്റെ വായന ശ്രദ്ധിച്ചിരുന്നു. ഏമ്പക്കത്തിനും കോട്ടുവായ്ക്കും ഇടയ്ക്ക് അവൻ മനസ്സിലാക്കുവാനും താരതമ്യപ്പെടുത്തുവാനും ചർച്ച ചെയ്യുവാനും ശ്രമിച്ചിരുന്നപ്പോൾ അവരുടെ വാക്കുകളും അജ്ഞാതനായ ആ മനുഷ്യൻ്റെ വാക്കുകളും തത്വശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകളും തമ്മിൽ ബന്ധിക്കാമോ എന്ന് ഞാൻ നോക്കി. എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. അപ്പോൾ എൻ്റെ ആത്മാഭിമാനം വർദ്ധിച്ചു വരികയും അവൻ്റെ കാമാസക്തിയെ തള്ളിക്കളയുന്നതിനുള്ള ശക്തി ഞാൻ പ്രാപിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ഞാൻ അവനെ കടിക്കുകയും നിരസിക്കുകയും ചെയ്തതിനാൽ എന്നെ കൊല്ലത്തക്ക വിധം അവൻ എന്നെ തല്ലി. പിറ്റേ ദിവസം ഞാൻ ഒളിച്ചോടിപ്പോന്നു. ആ കാട്ടിൽ 5 ദിവസമായി ഞാൻ ജീവിക്കുന്നു. രാത്രിയിൽ ഞാറപ്പഴവും കാട്ടത്തിപ്പഴവും പറിച്ചു തിന്ന് വിശപ്പടക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒടുവിൽ അവൻ എന്നെ പിടിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അവൻ എന്നെ പിന്തുടരാൻ വളരെ പണം കൊടുക്കേണ്ടി വരും. അവൻ്റെ ഭോഗാസക്തിക്ക് എന്നെ കിട്ടാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മേൽ കരുണ തോന്നണമേ.
ആ അജ്ഞാത മനുഷ്യൻ എവിടെയാണെന്ന് നിനക്കറിയാം. അടിമകളോടും ആത്മാവിനെപ്പറ്റി സംസാരിക്കുന്ന ആ മനുഷ്യന്റെ പക്കലേക്ക് എന്നെ കൊണ്ടുപോകണമേ. അവർ എന്നോട് പറഞ്ഞു, അവൻ ദരിദ്രനാണെന്ന്. ഞാൻ പട്ടിണി കിടക്കാം, എന്നാലും എന്നെ പഠിപ്പിക്കുന്നതിനും ഉയർത്തുന്നതിനുമായി അവൻ്റെ സമീപം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൃഗീയതയുടെ കൂടെ ജീവിച്ചാൽ, അവരെ എതിർത്താൽ തന്നെ ജീവിതം മൃഗീയമായിരിക്കും. എൻ്റെ ധാർമ്മിക മഹത്വം എനിക്ക് വീണ്ടും പ്രാപിക്കണം. നീ അന്വേഷിക്കുന്ന അജ്ഞാത മനുഷ്യൻ തന്നെയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നീയോ, സ്വർഗത്തിലെ അറിയപ്പെടാത്ത ദൈവമേ, നിനക്ക് വന്ദനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ സാഷ്ടാംഗം വീണ് നെറ്റിത്തടം തറയിൽ തൊടുവിച്ച് പ്രണമിക്കുന്നു. ഇവിടെ നിൽക്കാൻ നിനക്ക് പാടില്ല, പക്ഷേ ഞാൻ സെസേറിയയിലേക്ക് പോകുകയാണ്. കർത്താവേ, എന്നെ ഇട്ടിട്ട് പോകരുതേ. നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. എനിക്ക് തോന്നുന്നത്, ഗുരുവേ, ഞങ്ങളുടെ വണ്ടി പറഞ്ഞിരുന്ന സ്ഥലത്ത് തീർച്ചയായും ഞങ്ങളെ കാത്തു കിടപ്പുണ്ടായിരിക്കും. ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരിക. ആള് വിട്ടാൽ മതി. ആ വണ്ടിയിൽ ഇരുന്നാൽ മതി. ഞങ്ങളുടെ വീട്ടിലെന്ന പോലെ അവൾ സുരക്ഷിതയായിരിക്കും. മേരി മഗ്ദലന അഭിപ്രായപ്പെടുന്നു. ഓ കർത്താവേ, വൃദ്ധനായിരുന്ന ഇസ്മായേലിന്റെ സ്ഥാനത്തേക്ക് ഇവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കുക. നിന്റെ പഠനങ്ങളെല്ലാം ഞങ്ങൾ അവളെ പഠിപ്പിക്കാം. വിഗ്രഹാരാധനയിൽ നിന്ന് അവളെ പരിച്ഛേദം മാറ്റാം. മാർത്ത യാചനാരൂപത്തിൽ പറയുന്നു. നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമുണ്ടോ? ഈശോ ചോദിക്കുന്നു. നിന്റെ ഏതു സുഹൃത്തിൻ്റെ കൂടെയും ഞാൻ പോകാം. ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ പോകുകയില്ല. ഇവിടെയുള്ള ഒരു സ്ത്രീ അയാളെ അറിയുന്നതാണല്ലോ. അവൾ എന്നെ ഒറ്റിക്കൊടുക്കുമോ? ഏതെങ്കിലും റോമാക്കാരൻ അവളുടെ വീട്ടിൽ ചെല്ലുമോ? ഇല്ല, ഭയപ്പെടേണ്ട. റോമാക്കാർ ബെഥനിയിൽ വരികയില്ല, പ്രത്യേകിച്ച് അത്തരത്തിലുള്ളവർ. മഗ്ദലന ഉറപ്പു പറയുന്നു. സൈമണും പത്രോസും കൂടെ പോയി വണ്ടി അന്വേഷിക്കൂ. ഞങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കും. നിങ്ങൾ വന്ന ശേഷമേ പട്ടണത്തിലേക്ക് പോവുകയുള്ളൂ, ഈശോ കൽപ്പിക്കുന്നു. കുളമ്പടിയുടെയും ചക്രങ്ങളുടെയും ശബ്ദവും മുകളിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന വിളക്കും വണ്ടിയുടെ ആഗമനം അറിയിക്കുന്നു. നദിയുടെ തീരത്ത് പോയിരുന്ന് അത്താഴം കഴിക്കുകയായിരുന്ന സംഘം റോഡിലേക്ക് കയറി വന്നപ്പോൾ ആകെ അടച്ചു കെട്ടിയ വണ്ടി വന്ന് ഒരു കുലുക്കത്തോടെ നിന്നു. പത്രോസും സൈമണും പുറത്തിറങ്ങി. തൊട്ടു പിന്നാലെ പ്രായമുള്ള ഒരു സ്ത്രീയും. അവൾ ഓടി വന്ന് മഗ്ദലനയെ ചുംബിച്ചുകൊണ്ട് പറയുന്നു, ഒരു നിമിഷം പോലും വൈകാതെ എൻ്റെ സന്തോഷം നിന്നെ അറിയിക്കുന്നു. നിന്റെ അമ്മയും സന്തോഷിക്കുന്നു. എൻ്റെ മുലപ്പാൽ കുടിച്ച് തൃപ്തിയായി തൊട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന ബഥനിയുടെ മനോഹരിയായ റോസപ്പൂവെ, വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് നീ വന്നിരിക്കുന്നു. അവളെ കെട്ടിപ്പിടിച്ച് തെരുതെരെ ചുംബിക്കുന്നു. മേരി അവളുടെ കരങ്ങളിൽ ചേർന്ന് നിന്ന് കരയുകയാണ്. സ്ത്രീയെ, ഈ ചെറുപ്പക്കാരിയെ നിന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഈ രാത്രി ഇവിടെ കാത്തു കിടക്കുക. ആ ത്യാഗം നിങ്ങൾ ചെയ്യണം. നാളെ കോൺസുലർ റോഡിലുള്ള ആദ്യത്തെ ഗ്രാമത്തിൽ നിങ്ങൾക്കെത്താം. അവിടെ കാത്തിരിക്കുക. 3-ാം മണിക്കൂറിൽ ഞങ്ങൾക്ക് അവിടെ എത്താം, ഈശോ ആ സ്ത്രീയോട് പറയുന്നു. എല്ലാം അങ്ങയുടെ ആഗ്രഹം പോലെ. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. മേരിക്ക് ഞാൻ കൊണ്ടുവന്ന വസ്ത്രം കൊടുക്കട്ടെ. അവളും പരിശുദ്ധ അമ്മയും മാർത്തായും മേരിയും വണ്ടിയിൽ കയറി. അവർ പുറത്തു വന്നപ്പോൾ ഭാവിയിൽ കാണാൻ പോകുന്ന വസ്ത്രധാരണത്തോടെയാണ് കണ്ടത്. ഒരു സാധാരണ വസ്ത്രം, വീതിയുള്ള കനം കുറഞ്ഞ ലിനൻ ശിരോവസ്ത്രവും അലങ്കാരമില്ലാത്ത ഒരു പുറംകുപ്പായവും. സിൻഡിക്കെ, സമാധാനത്തോടെ പോകുക. ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. ദൈവം നിന്നോടുകൂടെ, ഈശോ സിൻഡിക്കിനോട് പറയുന്നു. പിന്നീട് ഈശോ സെസേറിയയിലേക്കുള്ള വഴിയിൽ കൂടെ യാത്ര തുടരുന്നു. കടൽ തീരത്ത് ജനങ്ങൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അടിമകൾ വഹിക്കുന്ന വിളക്കുകളുടെയോ പന്തങ്ങളുടെയോ പ്രകാശത്തിൽ എല്ലാവരും തിരക്കിട്ട് നടക്കുന്നു. വേനലിന്റെ ചൂടിൽ ക്ഷീണിതമായ ശ്വാസകോശങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ കടൽക്കാറ്റ് കൊള്ളുവാൻ വന്നിരിക്കുന്നവരാണ് എല്ലാവരും. യഹൂദർ അവരുടെ വീടുകളുടെ മട്ടുപ്പാവിലിരുന്നാണ് കടൽക്കാറ്റ് ആസ്വദിക്കുന്നത്. കടൽ തീരം കണ്ടാൽ വളരെ നീളമുള്ള ഒരു സന്ദർശന മുറിയാണെന്ന് തോന്നും. അതിലെ കടന്നു പോകുന്നവരെയെല്ലാം ആളുകൾ വിശദമായി പരിശോധിക്കുന്നു. ഈശോ അവിടം കടക്കുമ്പോൾ ഈശോയെയും നിരീക്ഷിക്കുകയും വിമർശിക്കുകയും എന്നാൽ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരുവേ, അങ്ങ് ഈ സമയത്ത് ഇവിടെയോ? റോഡരികിൽ അടിമകൾ കൊണ്ടിട്ട ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് ലിഡിയ ചോദിക്കുന്നു. അവൾ എഴുന്നേറ്റു.
ഞാൻ ഡോറായിൽ നിന്ന് വരികയാണ്. അല്പം താമസിച്ചു പോയി. താമസിക്കുവാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. പിന്നിലുള്ള മനോഹരമായ വീട് അവൾ ചൂണ്ടിക്കാണിക്കുന്നു. വേണ്ട, വളരെ ഉപകാരം. എൻ്റെ കൂടെ കുറച്ചു പേരുണ്ട്. എനിക്ക് പരിചയമുള്ള ചില ആളുകളെ അറിയിക്കാൻ 2 പേർ മുമ്പേ പോയി കഴിഞ്ഞു. അവർ ഞങ്ങൾക്ക് ആതിഥ്യം തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ലിഡിയയുടെ കണ്ണുകൾ ഈശോ ചൂണ്ടിക്കാണിച്ച സ്ത്രീകളുടെയും ശിഷ്യരുടെയും മേൽ പതിക്കുന്നു. പെട്ടെന്ന് അവൾ മഗ്ദലനയെ തിരിച്ചറിഞ്ഞു. മേരി, നീ തന്നെയാണോ? അപ്പോൾ ഞാൻ കേട്ടത് സത്യമാണല്ലോ. മേരിയുടെ കണ്ണുകൾ കേഴയുടെ കണ്ണുകൾ പോലെ ഭയചകിതയായി. അവൾക്ക് വേദന. പലരും അവളെ നോക്കുന്നുണ്ട്. ലിഡിയയെ മാത്രമല്ല അഭിമുഖീകരിക്കേണ്ടത്. അവൾ ഈശോയെ നോക്കുകയും ധൈര്യം അവലംബിക്കുകയും ചെയ്യുന്നു. അത് ശരി തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് നീ നഷ്ടപ്പെട്ടു. ഇല്ല, നീ കണ്ടെത്തിയിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ നിന്നെ കൂടുതൽ നല്ല സുഹൃത്തുക്കളോടുകൂടെ ദീർഘകാലം നിന്നെ കണ്ടിരുന്ന വഴിയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം. എന്നെ അറിയാവുന്ന എല്ലാവരോടും പറയുക. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ലിഡിയ, ഞാൻ ചെയ്തതായി നീ കണ്ടിട്ടുള്ള എല്ലാ തിന്മകളും മറക്കുക. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മേരി, നീ നിന്നെ തന്നെ എന്തിനാണ് താഴ്ത്തുന്നത്? നമ്മൾ ഒരേ ജീവിതമാണ് നയിച്ചത്. ധനികരായ മടിയന്മാരുടെ ജീവിതം. അല്ല അല്ല, എൻ്റെ ജീവിതം വളരെ മോശമായിരുന്നു. എന്നാൽ ഞാൻ അതിൽ നിന്നും പുറത്തു കടന്നു, എന്നേക്കും. ലിഡിയ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോ തോമസിന്റെ കൂടെ നടക്കുന്നു. അവർക്കെതിരെ യൂദാസ് തദേവൂസ് നടന്നെടുക്കുന്നു. ലിഡിയ മഗ്ദലനയെ പിടിച്ചു നിർത്തി രഹസ്യമായി ചോദിക്കുന്നു. എന്നോട് സത്യം പറയുക. ഇപ്പോൾ നമ്മൾ മാത്രമല്ലേയുള്ളൂ. നിനക്ക് പൂർണ്ണ ബോധ്യമായോ? ബോധ്യമല്ല, ഒരു ശിഷ്യയായിരിക്കുന്നതിലെ സന്തോഷം. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. നേരത്തെ ഞാൻ പ്രകാശം കണ്ടെത്തിയില്ലല്ലോ. അതിനാൽ പോഷിക്കപ്പെടുന്നതിന് പകരം മലിനത കൊണ്ടായിരുന്നല്ലോ ഞാൻ വിശപ്പടക്കിയത്. ലിഡിയ, ദൈവം നിന്നോടുകൂടെ. ഞാൻ പോകട്ടെ. ആ നിശബ്ദതയിൽ അവളുടെ ശബ്ദം വ്യക്തമായി കേട്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരുത്തരും ശബ്ദിക്കുന്നില്ല. മേരി വേഗം നടന്ന് ഗുരുവിന്റെ പക്കലെത്താൻ ശ്രമിക്കുകയാണ്. ഇതാണോ നിന്റെ അവസാനത്തെ വിഡ്ഢിത്തം? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുവൻ അവളെ ചുംബിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ അല്പം മദ്യപിച്ചിരുന്നതിനാൽ അവന്റെ ശ്രമം വിജയിച്ചില്ല. അല്ല, ഇതെന്റെ വിവേകപൂർണമായ പ്രവൃത്തിയാണ്. ഉച്ചത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് മേരി ഒഴിഞ്ഞു മാറുന്നു. പൂർണമായ ശിരോവസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്ന മേരി വേഗം അവളുടെ കൂട്ടുകാരുടെ അടുക്കലെത്തുന്നു. ആ ചീത്ത ആളുകളുടെ നോട്ടം തന്നെ എല്ലാവർക്കും വെറുപ്പ് ഉളവാക്കി. മേരി, മർത്ത ഉത്കണ്ഠയോടെ ചോദിക്കുന്നു. നിനക്ക് വളരെ വിഷമം തോന്നിയോ? ഇല്ല, അവൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അത് നിമിത്തം ഇനി ഒരിക്കലും വേദനിക്കുകയില്ല. അവൻ പറഞ്ഞത് ശരിയാണ്. വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ ഒരു തെരുവിലേക്ക് അവർ തിരിയുന്നു. ഒരു വലിയ ഭവനം. രാത്രി കഴിക്കുവാനുള്ള സത്രത്തിലേക്ക് അവർ പ്രവേശിച്ചു.